ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺ എങ്ങനെ ഒരു വയർലെസ് അല്ലെങ്കിൽ ഒരു വയേർഡ് വെബ്ക്യാം ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളും അതുപോലെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള മെത്തേഡാണ്. സോ ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. DroidCam എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആപ്പിന്റെ ക്ലയന്റ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് www.dev47apps.com എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോസിനും അതുപോലെ തന്നെ ലിനക്സിനും വേണ്ട ക്ലയന്റ് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ OS-അനുസരിച്ചുള്ള ക്ലയന്റ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളൊരു സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേളിൽ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് വൈഫൈ വഴി കണക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് USB കേബിൾ വഴി ഒരു വയേർഡ് വെബ്ക്യാമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഒരു വൈഫൈ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വൈഫൈ അതുപോലെ തന്നെ USB ഓപ്ഷനാണ്. ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വൈഫൈ വെച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. ഇതിന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഡിവൈസ് IP അതുപോലെ തന്നെ DroidCam പോർട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസുകൾ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ സെറ്റപ്പിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിസ്റ്റവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണും ഒരേ വൈഫൈയിലായിരിക്കണം കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ വൈഫൈയിലാണ് ഈ സിസ്റ്റവും അതുപോലെ തന്നെ എൻ്റെ ഫോണും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ വൈഫൈ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വൈഫൈ ഇല്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് USB കേബിൾ വഴി ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോൺ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ട്രൈപോഡ് ആവശ്യമുണ്ട്. നിങ്ങളുടെ ട്രൈപോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വഴി ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ട്രൈപോഡും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രൈപോഡിലേക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോൺ ഹോൾഡറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു ഫോൺ വെബ്ക്യാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഈ ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ നമുക്ക് 2 IP അഡ്രസ്സുകൾ കാണാൻ സാധിക്കും. വൈഫൈ IP അതുപോലെ തന്നെ ഡിവൈസ് IPയും. ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഡിവൈസ് IP ആണ്. പക്ഷേ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഡിവൈസ് IP എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ വൈഫൈ IP എന്ന് പറയുന്ന IP അഡ്രസ്സ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വന്ന് ഇവിടെ ഡിവൈസ് IP എന്ന് പറയുന്ന ഓപ്ഷനിൽ എൻ്റർ ചെയ്യാം. DroidCam പോർട്ട് ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെയിം ആയിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഓഡിയോ എന്ന 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോയും ഓഡിയോയും വേണമെങ്കിൽ ആ 2 ബോക്സിലും ടിക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഓഡിയോയുടെ ആ ഒരു ടിക്ക് അൺമാർക്ക് ചെയ്തിട്ട് വീഡിയോയിൽ മാത്രം കൊടുത്തിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ ഒരു വെബ്ക്യാമായിട്ട് കൺവേർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോൺ ഒരു HD വെബ്ക്യാമായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ സോഫ്റ്റ്വെയർസിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്ന് നോക്കാം. ഈ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും. അതിന് താഴായിട്ട് ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെർസെന്റേജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിനുശേഷം ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരു ഫുൾ സ്ക്രീനിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാമറ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ നമ്മുടെ വെബ്ക്യാമായിട്ട് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പോഷർ ലോക്ക് ചെയ്യാനും ഓട്ടോ ഫ്ലിക്കറിംഗ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ഒരു HD വെബ്ക്യാമായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ USB കേബിൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒരു വെബ്ക്യാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ വാട്ടർമാർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, പെയ്ഡും അല്ല, തികച്ചും ഫ്രീ ആണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.